ഇന്ന് പുറത്തു വന്ന 3 ക്രിക്കറ്റ് ന്യൂസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ടതാണ്. കോഹ്ലി ഇപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റ് മതിയാക്കാൻ പോവുകയാണ്. നേരത്തെ തന്നെ T20 ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ച കോഹ്ലി ഏകദിനത്തിലും ടെസ്റ്റിലും മാത്രമാണ് കളിക്കുന്നത്. കോഹ്ലിക്ക് വയസ്സായി വരികയാണ്. യുവതാരങ്ങൾക്ക് വേണ്ടി കോഹ്ലി ടെസ്റ്റ് ക്രിക്കറ്റും മതിയാക്കുമെന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഈ വർഷത്തെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ കളിച്ചാൽ അതായിരിക്കും കോഹ്ലിയുടെ അവസാനത്തെ ടെസ്റ്റ് സീരീസ്. അതിനുശേഷം കോഹ്ലി ടെസ്റ്റിൽ നിന്ന് വിരമിക്കുകയാണ്. അടുത്തൊരു അപ്ഡേറ്റ് രോഹിത് ശർമ്മയുമായി ബന്ധപ്പെട്ടതാണ്. രോഹിത് ശർമ്മ നിലവിൽ ടെസ്റ്റ് ക്രിക്കറ്റിൽ ഫ്ലോപ്പാണ്. രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് നീക്കാനാണ് BCCIയുടെ തീരുമാനം. ഓസ്ട്രേലിയയുമായിട്ടുള്ള ടെസ്റ്റ് സീരീസ് ആയിരിക്കും രോഹിത് ശർമ്മയുടെ അവസാനത്തെ ക്യാപ്റ്റനായിട്ടുള്ള സീരീസ്. അത് കഴിഞ്ഞാൽ അടുത്ത വർഷം പുതിയൊരു ക്യാപ്റ്റനായിരിക്കും ഇന്ത്യൻ ടീമിനെ. ബുംറയായിരിക്കും ഇനി ടെസ്റ്റ് ക്രിക്കറ്റ് ഭരിക്കാൻ പോകുന്നത്. രോഹിത്തിനെ ക്യാപ്റ്റൻസിയിൽ നിന്ന് ഒഴിവാക്കുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. പുതിയ ക്യാപ്റ്റനായി ബുംറ ചുമതലയേൽക്കും. രോഹിത് ഇപ്പോൾ പഴയ പോലെ ഫോമിൽ കളിക്കുന്നില്ല. അതുമാത്രമല്ല, ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർച്ചയായിട്ട് ഫ്ലോപ്പ് ആവുകയാണ്. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറ്റാൻ BCCI തീരുമാനമെടുത്തിരിക്കുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് സഞ്ജു സൂര്യയുമായി ബന്ധപ്പെട്ടതാണ്. നിലവിൽ സൂര്യകുമാറും സഞ്ജുവും T20യിലാണ് കളിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഈ രണ്ട് താരങ്ങൾക്കും ടെസ്റ്റ് ക്രിക്കറ്റിലേക്ക് വിളി വന്നിരിക്കുകയാണ്. ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ മോശം കളിയാണ് കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് ടെസ്റ്റ് ടീമിൽ വലിയ മാറ്റങ്ങളാണ് വരാനിരിക്കുന്നത്. അടുത്ത വർഷത്തെ ടെസ്റ്റ് സീരീസിൽ സഞ്ജുവും സൂര്യയും ഉണ്ടാകുമെന്ന റിപ്പോർട്ടാണ് വന്നിരിക്കുന്നത്. ഇനി ഇന്ത്യയുടെ ടെസ്റ്റ് ഇംഗ്ലണ്ടുമായിട്ടാണ്. ഈ ഒരു ടെസ്റ്റ് സീരീസിൽ സഞ്ജു ഉണ്ടായിരിക്കും. ഗംഭീറാണ് സഞ്ജുവിനെയും സൂര്യയും ടെസ്റ്റിലേക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത്. BCCI അത് ശരിവെച്ചാൽ സഞ്ജുവിന് ടെസ്റ്റ് അരങ്ങേറ്റത്തിന് വഴിയൊരുക്കും. ഇനി സഞ്ജുവിൻ്റെ അടുത്ത സെഞ്ചുറി ടെസ്റ്റിലായിരിക്കും. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.